ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പോൾ മലേഷ്യയിലാണുള്ളത്. ഇവിടെ ഇപ്പോൾ രാത്രി ഒരു ചൈനീസ് ടെമ്പിൾ കാണാൻ വന്നിട്ടാണുള്ളത്. അപ്പോൾ ഈ വീഡിയോ ഫുൾ ആ ടെമ്പിളിനെ പറ്റിയിട്ടാണ്. എനിക്കതിൻ്റെ ഹിസ്റ്ററി ഒന്നും കാര്യമായിട്ട് അറിയില്ല, പക്ഷേ ഇറ്റ്സ് റിയലി ബ്യൂട്ടിഫുൾ. വീഡിയോ കണ്ടാൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യുക. ആൻഡ് മലേഷ്യയിലെ കുറേ വിശേഷങ്ങൾ പുറകെ വരുന്നുണ്ട്. ഓക്കെ, നമുക്ക് ടെമ്പിളിനകത്തേക്ക് പോവാം. നേരെ പോകുമ്പം തന്നെ എന്താ 4 വലിയ പ്രതിമകളാണ് അതിൻ്റെ മുമ്പിലുള്ളത്. ശരിക്കും നോക്കുമ്പോൾ നമ്മളെ നോക്കി പേടിപ്പിക്കുന്ന കണക്കുണ്ട്. കണ്ടോ എന്തൊരു നോട്ടം. പിന്നെന്ന് വെച്ചാൽ ഇവിടെ ഒരുപാട് കൽത്തൂണുകളുണ്ട്. ഇറ്റ്സ് റിയലി ബ്യൂട്ടിഫുൾ മീൻസ് അത്രയും എന്താ പറയുക, നീറ്റ് ആൻഡ് ക്ലിയർ ആയിട്ടുള്ള വർക്ക് ചെയ്ത തൂണുകളുണ്ട്. ആൻഡ് സീലിംഗ് അതും കാണാൻ ഭയങ്കര ഭംഗിയാണ്. ആ ഒരു വാം ലൈറ്റിങ്, പിന്നെ ഇവരുടെ ആ ഒരു കളർ കോമ്പിനേഷൻ റെഡ്, ബ്ലാക്ക്, യെല്ലോ. കയറുമ്പം തന്നെ അകത്ത് ഇവരുടെ ഒരു വലിയ ഡ്രമ്മ് കാണാം. പിന്നെ ചുമരിലൊക്കെ കുറേ വർക്കുണ്ട്, ആർട്ട് വർക്ക്, ഫുൾ വർക്കാണ്. ചേച്ചിയുടെ മോളാ ഓടിപ്പോയത് കേട്ടോ. അമ്മയും അന്തവും കുന്നും ഇല്ലാണ്ട് നടക്കുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് കയറുമ്പോഴേ നമുക്ക് ഈ കത്തിച്ച് വെച്ച ക്യാൻഡിൽസിൻ്റെ സ്മെല്ലാണ് വരിക. മുഴുവൻ നല്ല ചെറുനാരങ്ങയുടെ മണം, രക്ഷയുണ്ടായിരുന്നില്ല. ഫുൾ ഓറഞ്ച്, ചെറുനാരങ്ങ, ആ ഒരു ഫ്ലേവേർഡ് എന്നല്ല, ആ ഒരു ഫ്രാഗ്രൻസ് ഉള്ള ക്യാൻഡിൽസ്. കണ്ട ഈ സ്റ്റാച്ചു കാണാൻ നല്ല രസമില്ലേ? ഭയങ്കര യുദ്ധം ചെയ്യാൻ പോകുന്ന ആൾക്കാരെ പോലെ ഇരിക്കുന്നുണ്ട്. ഈ ക്യാൻഡിൽസ് ഇവിടെ സെയിലിനും വെച്ചിട്ടുണ്ട് കേട്ടോ. 10 റിംഗറ്റൊക്കെ ആയിരുന്നു ഒരു ക്യാൻഡിലിന്. ഏതായാലും അത് വാങ്ങാനൊന്നും ഞാൻ മുതിർന്നില്ല. അപ്പോഴാണ് ചേച്ചിയുടെ മോള് ഇവിടുന്ന് കളിക്കുന്നത് കണ്ടേ. ഈ ഒരു ഇൻസ്ട്രുമെൻ്റ് ഞാൻ ഫിലിമിലൊക്കെ കണ്ടിട്ടുള്ളൂ. കണ്ട ഉടനെ അമ്മ മണിയടിച്ചു, അതിൻ്റെ പുറകെ തന്നെ ചേച്ചിയുടെ മോളും മണിയടിച്ചു. നല്ല മുഴക്കമുണ്ട് കേട്ടോ, നല്ല മുഴക്കമുണ്ട്. എന്നിട്ട് ഞങ്ങൾ അടുത്ത സൈഡിലേക്ക് പോവാൻ. അതിൻ്റെ സൈഡിലേക്ക് കൂടിയാണ് വരാന്ത. ആ വരാന്തയിലേക്ക് നടന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു മീൻകുളം, രക്ഷയില്ലാത്ത മീൻകുളം. അതിൻ്റെ നടുക്കൊരു ഡ്രാഗൻ്റെ വായിലേക്ക് കൂടെ വെള്ളമൊക്കെ ചാടുന്നുണ്ട്. അവിടെ എത്തും. രക്ഷയില്ല എന്ന് പറഞ്ഞാൽ രക്ഷയില്ല, അത്രയും ഭയങ്കര ഒരു ആംബിയൻസ് ആണ് അവിടെ. വീഡിയോയിൽ എത്രമാത്രം നിങ്ങൾക്കത് ക്യാച്ച് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. അളിയന് ഇവിടെ മീനിനുള്ള ഫുഡ് വാങ്ങാനുള്ള പോക്കാണ്. ഇവിടെ മീനിന് ഫീഡ് ചെയ്യാനുള്ള ഫുഡ് 3 റിംഗറ്റിന് കിട്ടും. നമ്മൾ ആ ഒരു 1 ഇട്ട് കഴിഞ്ഞാൽ മതി പൈസ. എന്നിട്ട് നമുക്ക് ഫുഡ് എടുക്കാം. ഫുഡ് എടുത്തു കഴിഞ്ഞാൽ അത് കൊടുത്തു കഴിഞ്ഞിട്ട് പാത്രം അവിടെ റീസൈക്കിൾ ചെയ്യാൻ കൊടുക്കാം. അപ്പോൾ ഫുഡ് എടുത്തിട്ടുണ്ട് മോള്. അവിടെ ഒരു ടീം ഫീഡ് ചെയ്യുന്നുണ്ട്, കാണുന്നുണ്ടല്ലോ. ആ സൈഡിലേക്ക് തന്നെ ഫിഷൊക്കെ മൂവ് ചെയ്തിട്ടുണ്ട്. നമുക്കിനി ഫുഡ് കൊടുക്കാം. ഭയങ്കര രസമുള്ളൊരു കാഴ്ച തന്നെയാണിത്, വേറൊന്നും പറയാനില്ല. അത്രയും കളർഫുള്ളായിട്ടുള്ള മീനുകൾ ഇങ്ങനെ കിടന്ന് തുള്ളി മറിയുന്നു. വേറെ ഒന്നുമില്ല, ടൗണിൻ്റെ യാതൊരു ഒച്ചയും ബഹളവും ഇല്ല. ഭയങ്കര സൈലൻ്റായിട്ടുള്ളൊരു സ്ഥലത്ത് ഇങ്ങനെ മീൻ കിടന്ന് മറിയുന്ന ശബ്ദം മാത്രം. കാണാനും ഭയങ്കര രസമാണ്. എന്ത് കളർഫുള്ളാണെന്ന് അറിയാം അവിടെ ഉണ്ടായിരുന്ന മീൻ. നമ്മൾ ഈ ചിത്രങ്ങളിലൊക്കെ കാണുന്ന പോലെ അത്രയും കളേർഡായിട്ടുള്ള മീനുകൾ. ബ്ലാക്കും ഉണ്ട്. എല്ലാം മിനിമം ഒരു 1 ഫീറ്റ് ലെങ്ത് ഉണ്ട്. അങ്ങനെ കുറേ സമയം ഫിഷ് പോണ്ടിൻ്റെ അടുത്ത് നമ്മൾ സ്പെൻഡ് ചെയ്തിട്ട് നേരെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോയി. ബാക്ക് സൈഡിൽ ഫിഷ് പോണ്ട് കഴിഞ്ഞിട്ട് അവിടെ ഒരു ആരുടെയോ ഒരു പ്രതിഷ്ഠ പോലെ എന്തോ ഉണ്ട്, മനസ്സിലായില്ല. അവിടെ നിറയെ ക്യാൻഡിൽസൊക്കെ കത്തിച്ച് വെച്ചിട്ടുണ്ട്. ഭയങ്കര ഭംഗിയായിരുന്നു കാണാൻ. കണ്ടോ, എവിടെ പോയാലും ഈ ക്യാൻഡിൽ കാണുമ്പോഴാണ് എനിക്കൊരു പ്രത്യേക വൈബ്. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇവിടെ കുറേ ആയുധങ്ങളൊക്കെ 2 സൈഡിലും കണ്ണാടിക്കൂട്ടിലുണ്ടായിരുന്നു. ഇവിടെയും നേരത്തെ കണ്ട പോലെ ഇങ്ങനെ ചന്ദനത്തിരി കത്തിക്കാനുള്ള സ്പോട്ട്. പിന്നെ അവിടുത്തെ ഒരു റെഡ് കളർ ഡോറ്, അതിൻ്റെ അപ്പുറത്തേക്ക് കൂടെ മുകളിലേക്ക് 2 ഭാഗത്തേക്ക് കൂടെയും സ്റ്റെയർ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം നമുക്ക് മുകളിൽ എന്താ വിശേഷം. സ്റ്റെപ്പ് കയറാൻ നമ്മൾ കുറച്ച് ബുദ്ധിമുട്ടി കേട്ടോ. ഇതാണ് 2nd ഫ്ലോർ വരുന്നത്. ഒരു വലിയ ഹാള് ആൻഡ് ബ്യൂട്ടിഫുള്ളി അറേഞ്ച്ഡ് ആണ്. ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സാണ്, പക്ഷേ ഭയങ്കര ഭംഗിയുണ്ട്. ചുമരിലൊക്കെ കൊത്തുപണികൾ. മുകളിൽ മുഴുവൻ നമ്മുടെ നാട്ടിലെ ആ ഒരു മ്യൂറൽ പെയിൻറ്റിങ്ങിനോട് അതേ ഒരു
അതേ ഒരു സ്റ്റൈൽ വരുന്ന കുറേ വലിയ വലിയ പെയിൻറ്റിങ്സ് ഉണ്ട്. എനിക്കൊന്നും ഇതിൻ്റെ അർത്ഥമൊന്നും മനസ്സിലായില്ല. പക്ഷെ റിയലി ബ്യൂട്ടിഫുൾ. നല്ല ക്ലീനായിട്ട് ചെയ്ത വർക്കാണ് എല്ലാം. പിന്നെ റൂഫും കണ്ടൊന്ന് അന്താളിച്ചു. കണ്ട. അങ്ങനെ മൊത്തം കറങ്ങി ഞങ്ങൾ വീണ്ടും താഴെ എത്തി. നമ്മളിത് അതിൻ്റെ മുകളിലാണ് ഇപ്പോൾ തൊട്ട് മുന്നേ കാണിച്ച റൂമുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ വീണ്ടും ആ ഫിഷ് പോണ്ടിൻ്റെ അടുത്തെത്തി. അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഔട്ട്സൈഡ് ഫുഡൊന്നും കൊടുക്കാൻ പാടില്ല, നമ്മൾ ഒന്നും കൊണ്ടുവരാൻ പാടില്ല, അവർ തരുന്ന ആ ഒരു ഫുഡ് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. ഇങ്ങനെയൊക്കെ ഫുഡൊക്കെ കഴിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുന്നുണ്ട്. പക്ഷെ നമ്മളവിടെ ഒരു സ്ഥലത്ത് ഇങ്ങനെ നമ്മൾ അനങ്ങാതെ നിന്ന് കഴിഞ്ഞാൽ എല്ലാം കൂടെ നമ്മുടെ അടുത്തേക്ക് വരും. ലൈക്ക് കുറച്ച് നേരം കൂടെ മീൻ്റെ അവിടെയൊക്കെ നിന്ന് ഞങ്ങൾ പിന്നെ വീട്ടിലേക്ക് പോയി. രാത്രിയായിരുന്നു അപ്പോഴത്തേക്ക്. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ, ടേക്ക് കെയർ.